തീരദേശത്ത് മോഷ്ടാക്കൾ വിലസുന്നു. 3 ദിവസത്തിനിടെ മോഷ്ടാക്കൾ കവർന്നത് 25ഓളം ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ. പ്രളയരക്ഷാപ്രവർത്തനത്തിനിടയിൽ നാശനഷ്ടം സംഭവിച്ച ബോട്ടിന് നഷ്ടപരിഹാരം ലഭിച്ചില്ല. നിരാശയുടെ നടുക്കടലിൽ ജീവിതം വഴിമുട്ടി മത്സ്യത്തൊഴിലാളിയുടെ കുടുംബം. ചരിത്ര സ്മാരകമായ 18 കോവിലകം മുസ്ലിം പൈതൃക പദ്ധതിയുടെ ഭാഗമാകുന്നു. പദ്ധതിയുടെ 2ാം ഘട്ടമായാണ് കോവിലകം ഏറ്റെടുക്കുന്നത്. അനധികൃത തുകൽ സംഭരണശാലയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. വാടകയ്ക്ക് നൽകിയ സ്ഥലത്തു നിന്നും ഒഴിഞ്ഞു തരണമെന്നാവശ്യപ്പെട്ട സ്ഥലമുടമയെ നടത്തിപ്പുകാർ ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം മുല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുടയിൽ പോലീസിന്റെ ഔദ്യോഗിക കൃത്യത്തിന് തടസ്സം സൃഷ്ടിച്ച കേസിൽ 2 പേർ പിടിയിൽ. നമസ്കാരം. വാർത്തകൾ വിശദമായി. തീരദേശത്ത് മോഷ്ടാക്കൾ വിലസുന്നു. 3 ദിവസത്തിനിടെ മോഷ്ടാക്കൾ കുത്തിപ്പൊളിച്ചത് 25ഓളം ക്ഷേത്ര ഭണ്ഡാരങ്ങൾ. തിങ്കളാഴ്ച മാത്രം 6 ക്ഷേത്രങ്ങളിലെ 12 ഭണ്ഡാരങ്ങൾ കവർന്നു. പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രം, പെരിഞ്ഞനം മാളിയേക്കൽ മഹാഗണപതി ക്ഷേത്രം, കൂളിമുട്ടം കിളിക്കുളങ്ങര ക്ഷേത്രം, ചെറുപഴനി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, ഭജനമഠം സുബ്രഹ്മണ്യ ക്ഷേത്രം, അഞ്ചങ്ങാടി കരിനാട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് തിങ്കളാഴ്ച രാത്രി മോഷണം നടന്നത്. മിക്കയിടത്തും റോഡരികിൽ വെച്ചിട്ടുള്ള ഭണ്ഡാരങ്ങളാണ് കുത്തി തുറന്നത്. പള്ളിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനാൽ പുലർച്ചെ 1 മണിവരെ ആളുകളുണ്ടായിരുന്നു. അതിനുശേഷമായിരിക്കാം മോഷണം നടന്നതെന്നാണ് കരുതുന്നത്. കരിനാട്ട് ക്ഷേത്രത്തിനകത്തെ 5 ഭണ്ഡാരങ്ങൾ കവർന്നിട്ടുണ്ട്. ക്ഷേത്രം ഓഫീസിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് പ്രദേശത്ത് കിടന്നിരുന്ന കരിങ്കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചാണ് ഭണ്ഡാരങ്ങളുടെ പൂട്ട് തകർത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം SN പുരം ശ്രീകൃഷ്ണ ക്ഷേത്രം, കാട്ടുപറമ്പിൽ ക്ഷേത്രം എന്നിവിടങ്ങളിലെ 13 ഭണ്ഡാരങ്ങൾ പൊളിച്ച് മോഷ്ടാക്കൾ പണം കവർന്നിരുന്നു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചെങ്കിലും കേസന്വേഷണത്തിൽ തുമ്പൊന്നുമായില്ല. 2 ദിവസത്തിന് ശേഷം വീണ്ടും മോഷണ പരമ്പര നടന്നതോടെ പോലീസിന് തലവേദനയായിരിക്കുകയാണ്. മതിലകം കയ്പമംഗലം പോലീസ് അന്വേഷണം ഊർജിതമാക്കി. TCV കയ്പമംഗലം. പ്രളയരക്ഷാ പ്രവർത്തനത്തിനൊടുവിൽ ബോട്ടിനൊപ്പം മനസ്സും തകർന്ന മത്സ്യത്തൊഴിലാളിയായ നകുലനും കുടുംബത്തിനും ജീവിതം വഴിമുട്ടിയ നിലയിലായി. പ്രളയത്തിൽ മുങ്ങിത്താഴ്ന്ന 100 കണക്കിന് പേരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റാൻ ഇറങ്ങിത്തിരിച്ച നകുലന് മാസങ്ങൾക്ക് ശേഷവും ജീവിതം തിരിച്ചുപിടിക്കാനായിട്ടില്ല. നകുലന്റെ ഫൈബർ ബോട്ടുമായാണ് അഴീക്കോട് നിന്ന് സുഹൃത്തുക്കളായ മത്സ്യത്തൊഴിലാളികൾ കുഴൂരിന്റെ രക്ഷകരായെത്തിയത്. 4 ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് നകുലനും സംഘവും സഞ്ചരിച്ച ബോട്ട് മതിലിൽ ഇടിച്ചു തകർന്നത്. രക്ഷാപ്രവർത്തനത്തിന്റെ അവസാന സമയത്ത് പൂർണ്ണമായും തകർന്ന ബോട്ട് ഉപയോഗശൂന്യമായി കുഴൂരിലെ വഴിയോരത്ത് കിടക്കുകയായിരുന്നു. മാസങ്ങൾക്ക് ശേഷമാണ് നാട്ടുകാരുടെ ആവശ്യപ്രകാരം വഴിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ബോട്ട് മാറ്റിയത്. പ്രളയരക്ഷാ പ്രവർത്തനത്തിനിടയിൽ നാശനഷ്ടം സംഭവിച്ച ബോട്ടുകൾക്ക് സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചെങ്കിലും നകുലന് ഇതുവരെ യാതൊരു ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല. പ്രളയം വഴിമാറിയ ശേഷം നഷ്ടപരിഹാരത്തിനായി നിരവധി ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും പ്രയോജനം ലഭിച്ചിട്ടില്ലെന്നും ഇനി എന്തു ചെയ്യണമെന്നറിയില്ലെന്നും നകുലൻ പറഞ്ഞു. 5-6 മാസമായിട്ട് രക്ഷാപ്രവർത്തനത്തിൽ പോയിട്ട് ഈ ഫൈബർ വെള്ളം പൊളിഞ്ഞപ്പോൾ എനിക്ക് പണിക്കൊന്നും പോകാൻ പറ്റില്ല. എൻ്റെ കുടുംബമൊക്കെ ആകെ പട്ടിണിയിലാണ്. ഞാൻ കടം പേടിച്ചും ആധാരം പണയപ്പെടുത്തിയിട്ടും ഈ വെള്ളം പലയും എഞ്ചിനൊക്കെയാണ് സെറ്റ് ചെയ്തത്. എനിക്കിപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയും എൻ്റെ കുടുംബം പട്ടിണി ചെത്തി നോട്ടീസും വന്നുകൊണ്ടിരിക്കുക. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതേവരെ ഒരു ഇതും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. സർക്കാർ എന്തോ പറഞ്ഞെന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഇന്നവരൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ചിട്ടി വിളിച്ചു ലഭിച്ച പണം ഉപയോഗിച്ചാണ് 11 വർഷങ്ങൾക്ക് മുൻപ് ബോട്ടും വലയും വാങ്ങിയത്. ഏതാനും നാളായി ചിട്ടി അടയ്ക്കാനാകാതെ ജപ്തി ഭീഷണിയിലാണ്. എറിയാട് പഞ്ചായത്തിലെ ആകെയുള്ള 8 സെന്റ് സ്ഥലവും ഓടുമേഞ്ഞ വീടും പണയപ്പെടുത്തിയാണ് ബോട്ട് വാങ്ങാനായി കടമെടുത്തത്. ബോട്ട് ആളൊഴിഞ്ഞ പറമ്പിൽ കട്ടപ്പുറത്തായതോടെ മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പുതിയ ബോട്ട് വാങ്ങണമെങ്കിൽ 1.25 ലക്ഷത്തിലധികം രൂപ വരുമെന്നതിനാൽ നകുലന് അത്തരമൊരു ജീവിതമാർഗം ഇന്നത്തെ നിലയിൽ ചിന്തിക്കാൻ പോലും കഴിയില്ല. ജീവിതത്തിനും മരണത്തിനുമിടയിൽ കൈകാലിട്ടടിച്ചവരെ ജീവിതത്തിലേക്ക് കയറ്റിയ ബോട്ടുടമയായ നകുലൻ ഇപ്പോൾ ജീവിക്കാൻ വഴിയില്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. ഉപജീവനമാർഗം വീണ്ടെടുക്കാൻ ഇനി ഏതു വാതിലിൽ മുട്ടണമെന്നറിയാതെ നകുലനും കുടുംബവും അനന്തമായി കാത്തിരിക്കുകയാണ്. TCV മാള. അവഗണനയ്ക്ക് അറുതിയാകുന്നു. ചരിത്ര സ്മാരകമായ 18 കോവിലകം മുസ്ലിം പൈതൃക പദ്ധതിയുടെ ഭാഗമാകുന്നു. പദ്ധതിയുടെ 2ാം ഘട്ടമായാണ് കോവിലകം ഏറ്റെടുക്കുന്നത്. ജീർണാവസ്ഥയിലുള്ള കെട്ടിടം പഴമയുടെ തനിമ നിലനിർത്തി പുനരുദ്ധരിക്കുകയാണ് ലക്ഷ്യം. കെട്ടിടം ഉൾക്കൊള്ളുന്ന 22 സെന്റ് സ്ഥലവും നിലവിൽ റവന്യൂ വകുപ്പിന് കീഴിലാണ്.
കെട്ടിടം പുതുക്കി നിർമ്മിച്ച് 4 ചുറ്റിലും നടപ്പാതയും ഇരിപ്പിടങ്ങളും കവാടവും നടപ്പന്തലും നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനായി ഇ ടി ടൈസൺ MLA, മുസ്ലിസ് MD PM നൌഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം കോവിലകം സന്ദർശിച്ചു. കൊച്ചി രാജാവിന്റെ അനന്തരവൾ വിശ്രമത്തിനായി ഉപയോഗിച്ചിരുന്ന കോവിലകമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. കൊടുങ്ങല്ലൂർ താലപ്പൊലി മഹോത്സവത്തിന് 3 നാൾ രാത്രി ഇവിടെ നിന്നും കാഴ്ചശീവേലി എഴുന്നള്ളിക്കുന്ന പതിവുണ്ട്. വറുതിയുടെ ആ കാലഘട്ടത്തിൽ പ്രദേശവാസികൾക്കെല്ലാം വയർ നിറച്ച് ഊണ് നൽകിയായിരുന്നു എഴുന്നള്ളിപ്പ് നടത്തിയിരുന്നത്. എല്ലാവരും ഭക്ഷണം കഴിച്ച് എന്നുറപ്പാക്കുന്നതിന് ഊണ് കഴിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ച ശേഷമായിരുന്നു ശീവേലി എഴുന്നള്ളിപ്പ് ആരംഭിക്കുക. ഇപ്പോൾ താലപ്പൊലിയുടെ 3 നാൾ ഇവിടെ നിന്നും ആരംഭിക്കുന്ന ശീവേലി എഴുന്നള്ളിപ്പിൽ മാത്രമാണ് ഈ ചരിത്ര സ്മാരകത്തെ നാട് ഓർക്കുന്നത്. ഈ ഒരു ദിവസം മാത്രമാണ് കോവിലകം തുറക്കുന്നതും. കോവിലകം മുസ്ലിസ് പദ്ധതിയുടെ ഭാഗമാകുന്നതോടെ ചരിത്ര വിദ്യാർത്ഥികൾക്കും പ്രദേശത്തുകാർക്കും കൂടുതൽ ഉപകാരപ്രദമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജസദസ്സിലെ കാവ്യശ്രേഷ്ഠന്മാരുടെ സംഗമസ്ഥാനമായിരുന്നു എടവിലങ്ങ് പ്രദേശം. അതുകൊണ്ടാണ് 18 പ്രശസ്തർ എന്നർത്ഥം വരുന്ന 18 എന്ന പേര് ലഭിച്ചത് എന്നറിയപ്പെടുന്നു. തിരുവഞ്ചിക്കുളം ക്ഷേത്രവും 18 കോവിലകവും തമ്മിൽ ഇഴമുറിയാത്ത ബന്ധമുണ്ടെന്ന് പഴമക്കാർ പറയുന്നുണ്ട്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കെട്ടിടം തകർന്ന് വീഴാറായ അവസ്ഥയിലാണ്. കെട്ടിടത്തിന്റെ ജീർണാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനാണ് ഇ ടി ടൈസൺ MLA പ്രത്യേക താൽപര്യമെടുത്ത് മുസ്ലിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ബോർഡിനെ സമീപിച്ചത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തുകൽ സംഭരണശാലയുടെ പ്രവർത്തനത്തിനായി വാടകയ്ക്ക് നൽകിയ സ്ഥലത്ത് നിന്നും ഒഴിഞ്ഞു തരണമെന്നാവശ്യപ്പെട്ട ഉടമയെ നടത്തിപ്പുകാർ ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. അനധികൃത തുകൽ സംഭരണശാലയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. എരുമപ്പെട്ടിക്ക് സമീപം തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയിൽ തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ മലയകം വനമേഖലയോട് ചേർന്നാണ് തുകൽ സംഭരണ കേന്ദ്രം അനധികൃതമായി പ്രവർത്തിക്കുന്നത്. തുകൽ സംഭരണശാല നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമ പള്ളിപ്പാടം സ്വദേശി അബ്ദുട്ടിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 11 മാസത്തെ കരാർ ഒപ്പിട്ട് 1 വർഷം മുൻപാണ് അബ്ദുട്ടി സ്ഥലം വാടകയ്ക്ക് നൽകിയത്. കരാർ വ്യവസ്ഥയിൽ 10 സെന്റ് ഭൂമിയാണ് വാടകയ്ക്ക് നൽകിയിരുന്നതെങ്കിലും 3 ഏക്കറോളം വരുന്ന സ്ഥലത്തിന്റെ പകുതിയിലധികവും ഇവർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ലൈസൻസ് എടുക്കാതെ അനധികൃതമായി പ്രവർത്തിക്കുന്ന കേന്ദ്രം അറവ് അവശിഷ്ടങ്ങൾ കൂടി ശേഖരിച്ചു തുടങ്ങിയതോടെ നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തി. ഇതിനെ തുടർന്നാണ് സ്ഥലം ഉടമ കേന്ദ്രം നടത്തിപ്പുകാരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും പ്രവർത്തിക്കുന്ന സംഭരണശാലയുടെ നടത്തിപ്പുകാർ ഒഴിയാൻ തയ്യാറാകാതെ തന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് സ്ഥലം ഉടമ അബ്ദുട്ടി പറയുന്നു. ലൈസൻസ് എന്ന് പറഞ്ഞ സാധനം ഇതുവരെ എടുത്തിട്ടില്ല. പണം കൊണ്ട് സ്വാധീനിച്ചിട്ട് ഇപ്പം എനിക്ക് എൻ്റെ ഒറ്റയ്ക്ക് വീട്ടിൽ കിടക്കാൻ മുതൽ പേടി. ഞാൻ വയസ്സായ ഒരാളാണ്. ഇതിപ്പോൾ അഭിനയിക്കുന്നതല്ല, ഞാൻ എൻ്റെ കയ്യും മറിച്ചിട്ടാ. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ പ്രദേശവാസികളായ നാട്ടുകാർ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലും പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിലും പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിൽ തുകൽ സംഭരണശാലയ്ക്കെതിരെ നാട്ടുകാർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. TCV, എരുമപ്പെട്ടി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇളന്തുരുത്തി മാടശ്ശേരി മൂബിഷാണ് അറസ്റ്റിലായത്. പുത്തൂർ പയ്യപ്പള്ളി മൂലയിൽ വെച്ച് യുവാവിനെ സോഡാ കുപ്പികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതടക്കം ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ 6 കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിൽ പ്രതിയായിരുന്ന മോബീഷ് 3ാം തവണയാണ് കാപ്പ നിയമപ്രകാരം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. ഇരിങ്ങാലക്കുട കൊല്ലാട്ടി ഷഷ്ടി മഹോത്സവത്തിനിടെ പോലീസിന്റെ ഔദ്യോഗിക കൃത്യത്തിന് തടസ്സം സൃഷ്ടിച്ച കേസിൽ 2 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. കോമ്പാറ സ്വദേശി പയ്യപ്പള്ളി വീട്ടിൽ അജിത്ത്, കനാൽ ബേസ് കോളനിയിൽ ചതലൻ വീട്ടിൽ ബിജോ ബേബി എന്നിവരെയാണ് ഇരിങ്ങാലക്കുട CI MK സുരേഷ് കുമാർ, SI CV ബിബിൻ എന്നിവർ അറസ്റ്റ് ചെയ്തത്. ഷഷ്ടി ആഘോഷത്തിനിടെ മദ്യപിച്ച് സ്ത്രീകളോടും പെൺകുട്ടികളോടും മോശമായി പെരുമാറുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരോട് ഇരുവരും തട്ടിക്കയറുകയായിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് പിടിയിലായവർ. CPOമാരായ AK മനോജ്, അനൂപ് ലാലൻ, ഫൈസൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഒല്ലൂരിലെ ബാറിൽ വെച്ച് യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച 2 പേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുവാങ്കുളങ്ങര സ്വദേശികളായ എലുവത്തിങ്കൽ സനീഷ്, പുതുക്കാടൻ ആന്റോ എന്നിവരാണ് അറസ്റ്റിലായത്. നെല്ലായി സ്വദേശി അരുൺജിത്തിനെയാണ് ഇവർ കുത്തി പരിക്കേൽപ്പിച്ചത്. ഒല്ലൂർ SI S സിനോജിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് മേഖലയിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. ബൈക്ക് യാത്രയ്ക്കിടെ ഫ്ലക്സ് ബോർഡ് വീണ് ചാവക്കാട് നഗരസഭാ അധ്യക്ഷന് പരിക്കേറ്റു. പലയിടത്തും വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. ചൊവ്വാഴ്ച പുലർച്ചെ മുതലാണ് അസാധാരണമായ രീതിയിൽ കാറ്റ് വീശി തുടങ്ങിയത്. ശക്തമായ കാറ്റിൽ വലിയ പരസ്യ ഫ്ലക്സ് ബോർഡ് ബൈക്കിന് മുകളിലേക്ക് വീണാണ് നഗരസഭാ ചെയർമാൻ NK അക്ബറിന് പരിക്കേറ്റത്. ഇടതുകാലിന് പരിക്കേറ്റ ചെയർമാനെ
താലൂക്ക് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. എടക്കഴിയൂർ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപത്തും ചക്കംകണ്ണം പ്രദേശത്തും തെങ്ങ് വീണ് വൈദ്യുത പോസ്റ്റുകൾ കടപുഴകി. പലയിടത്തും കെട്ടിടങ്ങൾക്ക് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകൾ നിലംപൊത്തി. ഭവന നിർമ്മാണത്തിനും ഗ്രാമീണ റോഡുകളുടെ പുനർനിർമ്മാണത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് എളവള്ളി പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 15.80 കോടി രൂപ വരവും 14.93 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.ഡി. സുനിൽ അവതരിപ്പിച്ചത്. ഗ്രാമീണ റോഡുകളുടെ പുനർനിർമ്മാണത്തിനും 1.79 കോടി രൂപയും ഭവന നിർമ്മാണത്തിന് 93 ലക്ഷം രൂപയും ബഡ്സ് സ്കൂൾ നിർമ്മാണത്തിന് 50 ലക്ഷം രൂപയും പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്നതിന് 35 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് UK ലതിക യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. TR ലീല, TC മോഹനൻ, CF രാജൻ, KS സദാനന്ദൻ, ആലീസ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. അതേസമയം ബജറ്റ് നിരാശാജനകമാണെന്ന് പ്രതിപക്ഷ കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന സഹസ്ര കലശ ചടങ്ങുകളുടെ ഭാഗമായി ഗുരുവായൂരപ്പന് മഹാകുംഭാഭിഷേകം നടന്നു. ചടങ്ങ് നടക്കുന്ന സമയത്ത് ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. തന്ത്രിമാരായ ചേന്നാസ് ഹരി നമ്പൂതിരിപ്പാട്, ശ്രീകാന്ത് നമ്പൂതിരിപ്പാട് എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കലശ ചടങ്ങുകളുടെ ഭാഗമായി വെള്ളിയാഴ്ച തത്വകലശവും ശനിയാഴ്ച സഹസ്ര കലശവും നടക്കും. തിങ്കളാഴ്ചയാണ് ഉത്സവത്തിന് കൊടിയേറുക. കൊടിയേറ്റത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ ആനയില്ല ശിവലിയും ആനയോട്ടവും നടക്കും. ബൈക്ക് വൈദ്യുതി തൂണിലിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. ചൌക്ക കുറുമ്പലായിക്കാരൻ ബിനോയുടെ മകൻ 17 വയസ്സുള്ള അമലാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പരിയാരം സെന്റ് ജോർജ് സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് അമൽ. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4-ന് ചൌക്ക ലൂർദ് മാതാപ്പള്ളിയിൽ നടക്കും. മകന്റെ വിയോഗമേൽപ്പിച്ച ദുഃഖത്തിനിടയിലും പ്രളയബാധിത കേരളത്തിന് ദുരിതാശ്വാസവുമായി സത്നാം സിംഗിന്റെ പിതാവ് ഹരീന്ദ്രകുമാർ സിംഗ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപയുടെ ചെക്ക് ഈ കുടുംബം കൈമാറി. സത്നം സിംഗ് എന്ന ബീഹാർ സ്വദേശിയായ യുവാവ് 2012 ഓഗസ്റ്റ് 4-നാണ് പൂജപ്പുര മാനസിക രോഗ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നത്. മരിക്കുന്നതിന് 4 ദിവസം മുൻപ് മാതാ അമൃതാനന്ദമയ്യയുടെ കൊല്ലം വള്ളിക്കാവ് ആശ്രമത്തിൽ നിന്നും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ആശ്രമത്തിൽ ബഹളം വെച്ചുവെന്ന കാരണം പറഞ്ഞാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബീഹാറിലെ ഗയ ജില്ലയിലെ ഷർഹട്ടി ഗ്രാമത്തിൽ നിന്നുള്ള നിയമവിദ്യാർത്ഥിയായിരുന്നു 24-കാരനായ സത്നാം സിംഗ് മാൻ. മാനസിക രോഗത്തിനുള്ള ചികിത്സയിലായിരുന്നു ഈ യുവാവ്. സത്നാം സിംഗിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ നൽകിയ ഹർജി ഏറെ നാളത്തെ വാദങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ മാസം ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു. തുടർന്ന് ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ചിൽ അപ്പീൽ നൽകാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് സത്നാം സിംഗിന്റെ പിതാവ് ഹരീന്ദ്രകുമാർ സിംഗ് ഇപ്പോൾ കേരളത്തിൽ എത്തിയത്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകണമെന്ന് സത്നാം സിംഗിന്റെ കുടുംബം ആഗ്രഹം പ്രകടിപ്പിച്ചത്. സത്നാം സിംഗിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമെന്ന നിലയിൽ സർക്കാർ 10 ലക്ഷം രൂപയുടെ ധനസഹായം നേരത്തെ നൽകിയിരുന്നു. ഈ തുകയും സത്നാം സിംഗിന്റെ കുടുംബസ്വത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സമാഹരിക്കുന്ന വലിയൊരു തുകയും ചേർത്തുകൊണ്ട് ബീഹാറിലെയും കേരളത്തിലെയും കുട്ടികളുടെ വിദ്യാഭ്യാസ വികസനമടക്കമുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സഹായങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകാനും ഈ കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും യോജിച്ച വ്യക്തിത്വത്തെ കണ്ടെത്തി 1 ലക്ഷം രൂപയുടെ സത്നാം സിംഗ് മാനവസേവാ പുരസ്കാരം വർഷം തോറും സമ്മാനിക്കാനും പദ്ധതി തയ്യാറായി വരുന്നതായി പിതാവ് ഹരീന്ദ്രകുമാർ സിംഗ് അറിയിച്ചു. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ തഹസിൽദാർ KV തോമസ് ധനസഹായം ഏറ്റുവാങ്ങി. സത്നാം സിംഗ് കേസിന് വേണ്ടി സഹായങ്ങൾ നൽകുന്ന ഡിഫൻസ് കമ്മിറ്റി നേതാക്കളായ TK വിജയൻ മാസ്റ്റർ, പ്രൊഫസർ K അജിത, ഇസബിൻ അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് KM അനൂപ്, ഷക്കീർ അബ്ദു, അഡ്വക്കേറ്റ് M ബിജു കുമാർ എന്നിവർ പങ്കെടുത്തു. TCV കൊടുങ്ങല്ലൂർ. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചും GSTക്ക് കൈയടിച്ചും കുന്നംകുളം നഗരസഭാ ബജറ്റ് വൈസ് ചെയർമാൻ PM സുരേഷാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 91,84,31,158 രൂപ വരവും 84,70,92,167 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്.
തുറക്കുളം മാർക്കറ്റ് നേരിട്ട് നിർമ്മിക്കുന്നതിന് 50 ലക്ഷം രൂപ വകയിരുത്തി. നിർമ്മാണം പൂർത്തിയായാൽ 4 കോടി രൂപ പ്രതിവർഷ വരുമാനമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പ്രളയത്തിൽ ആണ്ടുപോയ ചാലക്കുടിക്കാരൻ ചങ്ങാതിയെ വീണ്ടെടുക്കാൻ ചേനത്തു നാട്ടുകാരുടെ ശ്രമം. വർഷങ്ങൾക്ക് മുമ്പ് കലാഭവൻ മണി ഈ ഓട്ടോ വാങ്ങുന്നത് ജ്യേഷ്ഠൻ വേലായുധന്റെ മകൻ സനീഷിന് വേണ്ടിയായിരുന്നു. ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന പേരിട്ട ഓട്ടോയ്ക്ക് 100 എന്ന ഇഷ്ടപ്പെട്ട നമ്പറും നൽകി. തന്റെ എല്ലാ വാഹനങ്ങളിലും എന്ന പോലെ ഇതിനും ബെൻ 100 എന്ന ഇരട്ട പേരും ചാർത്തി. ഒരു ആൽബത്തിന്റെ ഷൂട്ടിങ്ങിന് മാത്രം ഉപയോഗിച്ച ചാലക്കുടിക്കാരൻ ചങ്ങാതിയുടെ തുടർന്നുള്ള സാരഥിയായിരുന്നു സനീഷ്. മണിയുടെ മരണത്തോടെ ഇത് കട്ടപ്പുറത്ത് കയറി. പ്രളയത്തിന്റെ വരവോടെ ഈ വാഹനവും മണി ഷൂട്ടിങ്ങിനായി ഉപയോഗിച്ചിരുന്ന ട്രാവലറും വീട്ടുമുറ്റത്ത് കിടന്ന് തുരുമ്പ് പിടിച്ചു. സമൂഹമാധ്യമങ്ങളിൽ പരാമർശം വന്നതാണ് ഓട്ടോ എത്രയും വേഗം നന്നാക്കിയെടുക്കുവാൻ സനീഷിനെ പ്രേരിപ്പിച്ചത്. സുഹൃത്തുക്കളുടെ സഹായത്താൽ ചാലക്കുടിക്കാരൻ ചങ്ങാതിയെ വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ് സനീഷ്. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ പാടശേഖരത്തിൽ തീപിടുത്തം. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന വൈക്കോൽ കെട്ടുകൾ കത്തിനശിച്ചു. കൊയ്ത്ത് കഴിഞ്ഞ് കെട്ടിവച്ചിരുന്ന വൈക്കോലാണ് കത്തിനശിച്ചത്. കുന്നംകുളം വടക്കാഞ്ചേരി അഗ്നിശമന സേനകളെ വിവരമറിയിച്ചെങ്കിലും വെള്ളമില്ലാത്തതിനാൽ എത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് തീയണച്ചത്. പ്രളയ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കൊപ്പം സേവന കാർഷിക മേഖലകൾക്ക് മുൻഗണന നൽകി വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 2019-20 ബജറ്റ് അവതരിപ്പിച്ചു. 21,19,40,621 രൂപ വരവും 18,78,97,002 രൂപ ചിലവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിത്ത് വടക്കഞ്ചേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഷക്കീല ഉസ്മാൻ ബജറ്റ് അവതരിപ്പിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനനിർമ്മാണം, പൊതുജനാരോഗ്യ പരിപാലനം, ശുചിത്വ, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കും കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികൾക്കും കൂടുതൽ തുക ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ചാവക്കാട് കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ഉത്സവത്തിന് ആയിരങ്ങളെത്തി. വിശേഷാൽ പൂജകൾ, പട്ടും താലിയും ചാർത്തൽ എന്നിവയും ഉണ്ടായി. വൈകിട്ട് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. പെരുവനംകുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും നാടൻ കലാരൂപങ്ങൾ, വർണ്ണക്കാവടികൾ, തെയ്യം, തിറ, വാദ്യമേളങ്ങൾ എന്നിവയും അകമ്പടിയായി. കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ എങ്കക്കാട് ചന്ദനം കുമരത്ത് ബാലകൃഷ്ണന്റെ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് അനാസ്ഥ കാണിക്കുകയാണെന്ന് നഗരസഭാ കൌൺസിലർ VP മധു വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കഴിഞ്ഞ നവംബർ 22-ന് ഓട്ടുപാറയിലുണ്ടായ അപകടത്തെ തുടർന്ന് കാലിന്റെ ഒരു വിരൽ നഷ്ടപ്പെട്ടിരുന്നു. ബാലകൃഷ്ണന്റെ പരാതിയിൽ ഇടിച്ച കാർ കണ്ടെത്താൻ പോലീസ് യാതൊരു ശ്രമവും നടത്തിയില്ലെന്നാണ് ആരോപണം. സമീപത്തുണ്ടായിരുന്ന CCTV ക്യാമറ പരിശോധിച്ച് കാറിന്റെ നമ്പർ കണ്ടെത്താത്തതും ആക്ഷേപത്തിന് കാരണമായിട്ടുണ്ട്. മറ്റൊരു കേസിൽ നാട്ടുകാർ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു ക്രിമിനൽ കേസ് പ്രതിയെ പിടിച്ചുകൊടുത്തിട്ടും പോലീസ് ജാമ്യത്തിൽ വിടുന്ന നിരുത്തരവാദപരമായ സമീപനമാണ് എടുത്തതെന്നും മധു ആരോപിച്ചു. ചന്ദനം കുമരത്ത് ബാലകൃഷ്ണൻ, പൈറ്റശാലയിൽ സുനിൽകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ 28 ആഘോഷം വർണ്ണാഭമായി. ക്ഷേത്രം ചടങ്ങുകൾക്ക് തന്ത്രി KP വിഷ്ണു ഭട്ടതിരിപ്പാട്, മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു. ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. ചൊവ്വല്ലൂർ മോഹന വാര്യരുടെ മേളം അകമ്പടിയായി. തുടർന്ന് പ്രസാദ ഊട്ട് നടന്നു. കൊടകര പഞ്ചായത്തിലെ കാരൂരിലുള്ള കുറിച്ചിയക്കുളം പായലും ചണ്ടിയും നിറഞ്ഞ് നശിക്കുന്നു. അടുത്ത കാലം വരെ കാരൂർ മേഖലയിലെ പാടങ്ങളിൽ നെൽകൃഷിക്ക് വെള്ളം ലഭ്യമാക്കിയിരുന്നത് ഈ കുളത്തിൽ നിന്നായിരുന്നു. ഏതാനും വർഷം മുമ്പ് സ്വകാര്യ സ്ഥാപനത്തിന്റെ സഹകരണത്തോടെ കുളം പുനരുദ്ധരിച്ച് സൗന്ദര്യവൽക്കരിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരുന്നെങ്കിലും ഇതിനായി സർവേ നടത്തിയതല്ലാതെ തുടർ നടപടികൾ ഉണ്ടായില്ല. സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ ജലവിധാനം നിലനിൽക്കുന്നതും ഈ കുളത്തിലെ വെള്ളത്തെ ആശ്രയിച്ചാണ്. കുളം നവീകരിക്കാൻ നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് കുറുമക്കാവ് ക്ഷേത്രത്തിലെ സംക്രാന്തി വേലയ്ക്ക് ആയിരങ്ങളെത്തി. ഗജവീരന്മാരുടെ അകമ്പടിയോടെ പഞ്ചവാദ്യത്തോടുകൂടിയുള്ള എഴുന്നള്ളിപ്പ് അവടപ്പറമ്പ് മനയിൽ നിന്ന് കുറുമക്കാവ് ക്ഷേത്രത്തിൽ എത്തി. പഞ്ചവാദ്യത്തിൽ കലാമണ്ഡലം മനോജ്, കല്ലേക്കുളങ്ങര ബാബു, പേരാമംഗലം ബാലൻ, കേരളശ്ശേരി കുട്ടൻ, പള്ളിമണ്ണ രാജീവ് മാരാർ തുടങ്ങിയവർ പ്രമാണം വഹിച്ചു. മുണ്ടായ ജയന്റെ നേതൃത്വത്തിൽ മേളവും നടന്നു. വിവിധ കലാരൂപങ്ങളുടെ ചെറുപൂരങ്ങളും
ക്ഷേത്രത്തിലെത്തി. ദീപാരാധനയ്ക്ക് ശേഷം തായങ്കാവ് ഹരിയുടെ നേതൃത്വത്തിൽ തായമ്പകയും അരങ്ങേറി. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. കേന്ദ്ര സർക്കാർ നയങ്ങൾ കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണെന്ന് മുരളി പെരുന്നെല്ലി MLA അഭിപ്രായപ്പെട്ടു. മണലൂർ ഏരിയ കർഷക സംഘം യോഗവും മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങലും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കർഷക സംഘം മണലൂർ ഏരിയ പ്രസിഡന്റ് KP അലി യോഗത്തിൽ അധ്യക്ഷനായി. സെക്രട്ടറി VN സുർജിത്ത്, CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PA രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ബസ്സിൽ നിന്നും വീണ് പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയില്ല. പോലീസ് ബസ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവർക്കും കണ്ടക്ടർക്കുമെതിരെ കേസ്. കൊടുങ്ങല്ലൂർ അഴീക്കോട് റൂട്ടിലോടുന്ന ഷാജി എന്ന സ്വകാര്യ ബസ്സാണ് SI ER ബൈജു കസ്റ്റഡിയിലെടുത്തത്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥി കയറും മുൻപേ ബസ് മുന്നോട്ടെടുക്കുകയായിരുന്നു. താഴെ വീണ് പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാതെ ജീവനക്കാർ ബസ്സുമായി പോയി. കുട്ടിയുടെ പിതാവിന്റെ പരാതിയെ തുടർന്ന് ബസ് കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് ബസ്സിന് ഇൻഷുറൻസും കണ്ടക്ടർക്ക് ലൈസൻസും ഇല്ലെന്ന് വ്യക്തമായത്. അപകടമുണ്ടാക്കിയതിനും കുട്ടിക്ക് ചികിത്സ ലഭ്യമാക്കാതിരുന്നതിനും ബസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തു. എരുമപ്പെട്ടി തയ്യൂർ ലോകരത്തിക്കാവിലെ കുംഭ സംക്രാന്തി വേല ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ നിന്ന് മേളത്തിന്റെ അകമ്പടിയോടെ കുതിര എഴുന്നള്ളിപ്പും തുടർന്ന് വിവിധ ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. പൂക്കാവടി, നിലക്കാവടി, കുതിര, നാദസ്വരം, ശിങ്കാരിമേളം, പഞ്ചവാദ്യം, കരകാട്ടം, പ്രാചീന കലാരൂപങ്ങൾ എന്നിവയുടെ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. ചുറ്റുവിളക്ക്, ദീപാരാധന, ഡബിൾ തായമ്പക, മേളത്തിന്റെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിന്റെ 1ാം രക്തസാക്ഷിത്വ ദിനം രാജീവ് ഗാന്ധി പഠനകേന്ദ്രം രക്തജ്വാല ദിനമായി സംഘടിപ്പിച്ചു. ത്രിപുര സെന്ററിൽ നടന്ന അനുസ്മരണ ദിനത്തിൽ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PH മഹേഷ് ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി പഠനകേന്ദ്രം നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ആന്റോ തുറയൻ അധ്യക്ഷനായി. TV ഷൈൻ, PSP നസീർ തുടങ്ങിയവർ സംസാരിച്ചു. അണ്ടത്തോട് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ ബസ് ഡ്രൈവർ ഷരീഫിന്റെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. ബസ് ഉടമകളുടെയും ജീവനക്കാരുടെയും യൂണിയൻ പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഷരീഫിന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന് ഷരീഫ് കുടുംബസഹായ നിധി ഭാരവാഹികളായ KH സലാം, MS ശിവദാസ്, KK സേതുമാധവൻ, K സലീംകുമാർ തുടങ്ങിയവർ അറിയിച്ചു. ഷരീഫിന്റെ ഭാര്യയും 3 മക്കളും വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം. വീടിന്റെ ശിലാസ്ഥാപന കർമ്മം 15 രാവിലെ 9 KV അബ്ദുൽ ഖാദർ MLA നിർവഹിക്കും. 6 മാസത്തിനകം വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കും. BMSന്റെ നേതൃത്വത്തിൽ വരടിയം ഫോസ്റ്റർ ബിസ്ക്കറ്റ് കമ്പനി തൊഴിലാളികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. തൊഴിലാളികളുടെ ശമ്പളം പുതുക്കി നിശ്ചയിക്കുക, തൊഴിലാളികളുടെ സർവീസ് വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുക, പിരിച്ചുവിട്ട തൊഴിലാളിയെ തിരിച്ചെടുക്കുക, ബോണസ് കുടിശ്ശിക ഉടൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. BMS ജില്ലാ പ്രസിഡന്റ് AC കൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി K മോഹൻദാസ്, മേഖലാ പ്രസിഡന്റ് AK വിശ്വംഭരൻ, P ഗോപിനാഥ്, KK മുരളി തുടങ്ങിയവർ സംസാരിച്ചു. വേനലിനെ നേരിടുന്നതിനായി കാട്ടൂർ പഞ്ചായത്തിൽ പൊതുകിണറുകൾ വൃത്തിയാക്കുന്ന നടപടി ആരംഭിച്ചു. കാട്ടൂർ പഞ്ചായത്ത് വാർഡ് തല ശുചിത്വ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന രഘു, പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ റോയി വിൽഫ്രഡ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം പ്രിൻസിപ്പാൾ CM പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് കുഞ്ഞുമോൻ കരിയന്നൂർ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക AS പ്രേംസി, MS രാമകൃഷ്ണൻ, അധ്യാപകരായ MS സിറാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ നിർമ്മിച്ച പതിപ്പുകൾ, ചാർട്ടുകൾ, മോഡലുകൾ എന്നിവയുടെ പ്രദർശനവും കലാസാഹിത്യ മികവുകളുടെ പ്രകടനവും നടന്നു. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട മേഖലയിൽ വിവിധ സേവന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചതായി
കേടുപാടുകൾ പറ്റിയവ അറ്റകുറ്റപ്പണി നടത്തിവരുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. കാറളത്ത് ലഹരി വിമുക്തിയുടെ ഭാഗമായി സേവാകേന്ദ്രം ആരംഭിക്കുന്ന ഭൂമിയുടെ കൈമാറ്റ ചടങ്ങ് 17-ന് സംവിധായകൻ അലി അക്ബർ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരള എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷന്റെ ഭാഗമായി കൊടകര ഗ്രാമപഞ്ചായത്തിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കു വേണ്ടി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EL പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ KA ജയദേവൻ, ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് PP മേരി, ലൈബ്രറിയൻ ജയൻ അവണൂർ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി ഹൈസ്കൂളിൽ നടന്ന പഠനോത്സവം എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് VK ജ്യോതിപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV മനോഹരൻ, പഞ്ചായത്ത് അംഗം ശ്രീദേവി ദിനേശ്, പ്രധാനാധ്യാപകൻ PB കൃഷ്ണകുമാർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ VB സജിത് തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. അനുസ്മരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഷിൻഡോ എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. സോയി കോലഞ്ചേരി അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറിമാരായ ദിലീപ് പരമേശ്വരൻ, വിൽസൺ കാഞ്ഞൂത്തറ, ജോഷി പെരേപ്പാടൻ, INTUC നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ ശാസ്ത്ര കലാജാഥയ്ക്ക് മുള്ളൂർക്കരയിൽ സ്വീകരണം നൽകി. സംഘാടക സമിതി ചെയർമാൻ MH അബ്ദുൽ സലാം പരിഷത്ത് പുസ്തക വിൽപ്പനയിലൂടെ സംഭരിച്ച തുക ജാഥ മാനേജർ അംബികയ്ക്ക് കൈമാറി. കേന്ദ്ര നിർവാഹക സമിതി അംഗം ഡോക്ടർ KG രാധാകൃഷ്ണൻ ആർത്തവം, ശാസ്ത്രവും വിശ്വാസവും എന്ന വിഷയത്തിൽ ക്ലാസ്സെടുത്തു. നമ്മൾ ജനങ്ങൾ എന്ന നാടകവും അരങ്ങേറി. അഞ്ചേരിച്ചിറയിൽ കിണറ്റിൽ കുടുങ്ങിയ അച്ഛനെയും മകളെയും ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. പുത്തൻപുരയ്ക്കൽ അബി, മകൾ ദീപ എന്നിവരെയാണ് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. അബദ്ധത്തിൽ കിണറ്റിൽ വീണ മകളെ രക്ഷിക്കാനിറങ്ങിയപ്പോഴാണ് അബിയും കിണറ്റിൽ കുടുങ്ങിയത്. യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് രക്തസാക്ഷിത്വ ദിന അനുസ്മരണ സമ്മേളനം നടന്നു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CA ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് തെബ്ഷീർ മഴുവഞ്ചേരി അധ്യക്ഷനായി. KPCC മീഡിയ മെമ്പർ BRM ഷഫീർ, KK ഷിബു, KV ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വം കീഴേടമായ മമ്മിയൂർ നാരായണൻകുളങ്ങര മേലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അടച്ചൂട്ട് നിവേദ്യം ഭക്തിസാന്ദ്രമായി. കുംഭ സംക്രമ ദിനത്തോടനുബന്ധിച്ച് ദീപാരാധനയ്ക്ക് ശേഷം തയ്യാറാക്കിയ അട ഭഗവതിക്ക് നിവേദിച്ചു. ക്ഷേത്രക്ഷേമ സമിതി ഭാരവാഹികളായ KT ശിവരാമൻ നായർ, കോമത്ത് നാരായണ പണിക്കർ, OK നാരായണ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച പാലപ്പള്ളി കാരിക്കുളം റോഡിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജയന്തി സുരേന്ദ്രൻ നിർവഹിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗം ഷബീറ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ മുഹമ്മദ് അലി, EK സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. 22.68 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പുനർനിർമ്മിച്ചത്. കൊടകര പഞ്ചായത്തിലെ പട്ടികജാതി കുടുംബങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആടുകളെ വിതരണം ചെയ്തു. കൊടകര സർക്കാർ മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിലാസിനി ശശി വിതരണോദ്ഘാടനം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EL പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ അമ്പിളി പദ്ധതി വിശദീകരണം നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയി നെല്ലിശ്ശേരി, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ K നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 5 പട്ടികജാതി ഗുണഭോക്താക്കൾക്ക് 8000 രൂപ വിലയുള്ള ആടുകളെയാണ് വിതരണം ചെയ്തത്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്രയ്ക്ക് വ്യാഴാഴ്ച കുന്നംകുളത്ത് സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയോജകമണ്ഡലം അതിർത്തിയായ ചൂണ്ടലിൽ നിന്ന് യാത്രയെ സ്വീകരിച്ച് നഗരത്തിലേക്ക് ആനയിക്കും. സംഘാടക സമിതി ഭാരവാഹികളായ V കേശവൻ, K ജയശങ്കർ, KC ബാബു, CI ഇട്ടിമാത്തു, TK ശിവശങ്കരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ജലജ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MC തങ്കമണി അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി KT രാജൻ, KV ജോൺസൺ, KB മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ മിഷ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. സുമ ഗംഗാധരൻ അധ്യക്ഷയായിരുന്നു. ജോൺ P പുലിക്കോട്ടിൽ, EN ശ്രീകാന്ത്, PP ഷൈജ തുടങ്ങിയവർ സംസാരിച്ചു.
പ്രധാന വാർത്തകൾ വീണ്ടും. തീരദേശത്ത് മോഷ്ടാക്കൾ വിലസുന്നു. 3 ദിവസത്തിനിടെ മോഷ്ടാക്കൾ കവർന്നത് 25ഓളം ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ. പ്രളയരക്ഷാ പ്രവർത്തനത്തിനിടയിൽ നാശനഷ്ടം സംഭവിച്ച ബോട്ടിന് നഷ്ടപരിഹാരം ലഭിച്ചില്ല. നിരാശയുടെ നടുക്കടലിൽ ജീവിതം വഴിമുട്ടി മത്സ്യത്തൊഴിലാളിയുടെ കുടുംബം. ചരിത്ര സ്മാരകമായ 18 കോവിലകം മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമാകുന്നു. പദ്ധതിയുടെ 2ാം ഘട്ടമായാണ് കോവിലകം ഏറ്റെടുക്കുന്നത്. അനധികൃത തുകൽ സംഭരണശാലയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. വാടകയ്ക്ക് നൽകിയ സ്ഥലത്തു നിന്നും ഒഴിഞ്ഞു തരണമെന്നാവശ്യപ്പെട്ട സ്ഥലമുടമയെ നടത്തിപ്പുകാർ ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമപ്രകാരം ഉല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുടയിൽ പോലീസിന്റെ ഔദ്യോഗിക കൃത്യത്തിന് തടസ്സം സൃഷ്ടിച്ച കേസിൽ 2 പേർ പിടിയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.